സംസ്ഥാനത്ത് ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു നൂതന പദ്ധതിയെ താമര കൃഷി ആവിഷ്കരിച്ച് നാടൻ ഭാഷയിൽ പറഞ്ഞൊരു പൂന്തൽ കണ്ടമായി കിടന്ന സ്ഥലമാണ്. എല്ലാ വർഷവും വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. ഏതാണ്ട് 3 മാസങ്ങൾക്കപ്പുറം അതൊരു താമരപ്പാടമായി നിറയുകയും നിരവധി ആളുകൾക്കൊരു ആകർഷണീയമായ ഒരു കാഴ്ചയായി മാറുകയും അപ്പോൾ ഇതിനത് മാർക്കറ്റിംഗ് എങ്ങനെയാകുമെന്നുള്ളതാണ്. പക്ഷേ ഭാഗ്യവശാൽ ഈ സ്ഥലത്ത് പല ഈ അമ്പലങ്ങളും ഒറ്റപ്പെട്ട പൂക്കടക്കാർക്കും ഒക്കെ കുറച്ചും കൂടി ഫ്രഷ് ഗാർഡൻ ഫ്രഷ് എന്ന് നമ്മൾ പറയുന്ന അന്യർത്ഥം പൂ പറിച്ച് 2 മിനിറ്റിനുള്ളിൽ അതൊരു അമ്പലത്തിലോ പോലെയുള്ളത് അടുത്തടുത്ത് തന്നെ അത്തരം അമ്പലങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു അരമണിക്കൂറിനകത്ത് ഇവിടുത്തെ പൂക്കടകളിലേക്ക് പൂ എത്തും എന്നുള്ള ഏറ്റവും ഭയങ്കരമായ, കാരണം അതിലും ഫ്രഷ് സാധനം ഏറ്റവും ന്യായമായ വിലയ്ക്ക് അത് കൊടുക്കാൻ ഞങ്ങൾ കഴിയും. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു വൻകിട ലാഭം എന്നതിനേക്കാൾ ഉപരി അത് മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ്. ആ ദോഷൈക തർക്കുകൾ എല്ലായിടത്തും ഉണ്ടാവും. ഈ നിരുത്സാഹപ്പെടുത്താനൊക്കെ ഉള്ള ശ്രമങ്ങളുണ്ടാവും. ഈ കോട്ടയത്ത് 4 മണിക്കാറ്റെന്ന് മണർകാട് സ്ഥലം അതുപോലെ ഒരു തീർത്തും അവഗണിച്ചിട്ടിരുന്ന ഒരു മാലിന്യ കൂമ്പാരമായ സ്ഥലം ഇന്ന് ടൂറിസം സാധ്യതകളെയും അവിടെ ചില മറ്റ് റിഫ്രഷ്മെന്റ് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റികളും കൂടെ സ്വീകരിക്കും. ഇതൊരു താമരപ്പാടമായി വികസിപ്പിക്കും. ചില സമയങ്ങളിലൊക്കെ 20 രൂപ വരെയൊക്കെ പോകുന്ന സമയമുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മുതൽ ആഗസ്റ്റ് ഓണം വരെ നമുക്ക് വിളവ് കിട്ടിയിരുന്നു. നന്നായി വിളവ് നമ്മൾ നട്ട് ഏതാണ്ട് 1 മാസം ആയപ്പോൾ തന്നെ ആദ്യ പൂവ് കിട്ടുന്നുള്ളതാണ്. നമ്മളൊരു 5-6 മാസം കഴിഞ്ഞ പ്രതീക്ഷിക്കുന്ന 4-ാം മാസം മുതൽ അവിടെ നിറഞ്ഞ് ആദായം കിട്ടിത്തുടങ്ങി. കാര്യമായ മുതൽ മുടക്കില്ല എന്നുള്ളതാണ് കാര്യം. നമ്മളിപ്പോൾ കുറച്ച് ശരിക്കും താമര വിത്തിന് വില കുറവാണെങ്കിലും 6 മാസത്തിനപ്പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ഈ താമര വിത്ത് മുളച്ച് പൂവായി വരാൻ. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ 1.5 മാസം ആയപ്പോൾ ആദ്യ പൂ വന്നു എന്നുള്ളതാണ്. 3-ാം മാസം ആയപ്പം അത്യാവശ്യം അവിടെ ഒരു താമര പാടമായി വികസിച്ചു. കാര്യം ഏറ്റവും കുറഞ്ഞത് ഒരു കിഴങ്ങിന് നാടൻ ഇനത്തിന് പോലെ 50 രൂപയെങ്കിലുമാണ് സർക്കാർ ദിവസം. ടെറസ് മുഴുവൻ ഒരു താമര ഇതായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളി പല പ്ലാസ്റ്റിക് കോൺക്രീറ്റ് കണ്ടെയ്നറുകളിലായിട്ട് ചെയ്യുന്നുണ്ട്. വിവിധ ഇനം വെറൈറ്റിയുണ്ട്. തീർച്ചയായും അവിടെ മുഴുവൻ വന്നു കഴിഞ്ഞാൽ പ്രദേശത്തിൻ്റെ ആ ഒരു സ്വാഭാവിക സൗന്ദര്യത്തിൽ ഭയങ്കര വ്യത്യാസം വരും. അത് വലിയൊരു ടൂറിസം അട്രാക്ഷൻ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല അവിടെ വെള്ളാണിക്കൽ പാറയില്ല എന്നുള്ള ആ ടൂറിസം ഡെസ്റ്റിനേഷൻ പോകുന്നൊരു വഴിയാണ് പ്രദേശം. താമര ഭാഗം എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ പേര് തന്നെ വളരെ അന്വർത്ഥമായൊരു കൃഷിയാണ് അവിടെ വന്നത്. നമസ്കാരം, എൻ്റെ പേര് സതീഷ് കുമാർ. ഞാൻ മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസറാണ്. സംസ്ഥാനത്ത് ആദ്യമായി തന്നെ ഒരു നൂതന പദ്ധതിയായിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് താമര കൃഷി ചെയ്യാം. ചെറുതായി മുട്ടിട്ട ഒരു ആശയം യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് പഞ്ചായത്തും ഞങ്ങളുമൊക്കെ മറ്റു പല താമര കൃഷിയുള്ള പല പ്രദേശങ്ങളും സന്ദർശിച്ച് നമ്മുടെ പ്രദേശത്തെ സാധ്യതകൾ അതുമായി തുലനം ചെയ്തുകൊണ്ട് സംസ്ഥാനത്ത് ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു നൂതന പദ്ധതിയെ താമര കൃഷി ആവിഷ്കരിച്ച് കഴിഞ്ഞ വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ 50 സെൻറ്റ് സ്ഥലത്തേക്ക് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളത് ആവിഷ്കരിക്കുകയും ആ സ്ഥലങ്ങൾ പഞ്ചായത്ത് പാട്ടത്തിനെടുത്തുകൊണ്ട് നമ്മൾ താമര കൃഷി ആദ്യമായി ആരംഭിക്കാൻ തീരുമാനിക്കുകയും ഏതാണ്ട് 3 മാസങ്ങൾക്കപ്പുറം അതൊരു താമരപ്പാടമായി നിറയുകയും നിരവധി ആളുകൾക്കൊരു ആകർഷണീയമായ ഒരു കാഴ്ചയായി മാറുകയും ആ സന്നദ്ധയായ സഹോദരിമാർക്ക് വലിയൊരു വരുമാന മാർഗമായി വളരെയധികം പൂവുകൾ ഏതാണ്ട് 15,000 രൂപ റേഞ്ചിലേക്കൊക്കെ അവർക്ക് ആ പൂവ് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ആദ്യഘട്ടത്തിൽ വിജയിച്ചത്. അതിൽ കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നത് അറിയാമല്ലോ. വളരെ വർഷങ്ങളായി വളരെ കൃഷിയില്ലാതെ കിടന്നിരുന്ന വളരെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞൊരു പൂന്തൽ കണ്ടമായി കിടന്ന സ്ഥലമാണ്. എല്ലാ വർഷവും വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. പ്രതിസന്ധി പ്രധാനമായും നമ്മുടെ നാട്ടിൽ അന്യമായ ഒരു കൃഷിയാണ്. അതിനെപ്പറ്റി ഇപ്പം ഞങ്ങളും ധാരാളമായി ചെയ്തു വരുന്നൊരു കൃഷിയല്ല. അപ്പം നമ്മൾ പ്രധാനമായും മറ്റ് അലങ്കാര ചെടികളും വിളകൃഷികൾ, നമ്മുടെ തെങ്ങ്, വാഴ അങ്ങനെയൊക്കെയുള്ള വിളകൃഷികളിലേക്ക് പോകുമ്പോൾ ഇത് ശരിക്കും ഞങ്ങളും പോലും വലിയ വ്യാവസായിക ഇടത്തിൽ പഠന വിധേയമാക്കിയൊരു കാര്യം. അപ്പോൾ ഇത് എങ്ങനെ യാഥാർത്ഥ്യമാക്കുന്നതിനെ കുറിച്ച് തന്നെ നിരവധി ആളുകളുമായി ഞങ്ങൾ സംസാരിച്ചാണ് അത് തുടങ്ങിയത്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി വർഷങ്ങളായി ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും മറ്റു അനാരോഗ്യകരമായ കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ മറ്റു ഒരു സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാകാതെ തന്നെ അത് നടാൻ പറ്റി ഞങ്ങളുടെ. അപ്പോൾ ഇതിൻ്റെ അത് മാർക്കറ്റിംഗ് എങ്ങനെയാകുമെന്നുള്ളതാണ്. പക്ഷേ ഭാഗ്യവശാൽ ഈ സ്ഥലത്ത് പല ഈ അമ്പലങ്ങളും ഒറ്റപ്പെട്ട പൂക്കടക്കാർക്കും ഒക്കെ കുറച്ചും കൂടി ഫ്രഷ് ഗാർഡൻ ഫ്രഷ് എന്ന് നമ്മൾ പറയുന്ന അന്യർത്ഥം പൂ പറിച്ച്
2 മിനിറ്റിനുള്ളിൽ അതൊരു അമ്പലത്തിലോ പോലെയുള്ളത് തൊട്ടടുത്ത് തന്നെ അത്തരം അമ്പലങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു അരമണിക്കൂറിനകത്ത് ഇവിടുത്തെ പൂക്കടകളിലേക്ക് പൂ എത്തും എന്നുള്ള ഏറ്റവും ഭയങ്കരമായ, കാരണം അതിലും ഫ്രഷ് സാധനം ഒരു കാലത്ത് നമ്മളിപ്പം പലപ്പോഴും ഇതിനെ ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിൽ. ഇപ്പം തോവാള, നമുക്ക് നിയറസ്റ്റ് തോവാള എന്ന സ്ഥലം, അവിടെ നിന്നൊക്കെ കിട്ടുമ്പോൾ ഒരു പക്ഷേ 2, 3, 4 ദിവസം ആകുമ്പോഴായിരിക്കും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഇത് ശരിക്കും അതിൻ്റെ എല്ലാ ഫ്രഷ്നെസ്സോടും കൂടി കയ്യിലേക്ക് കിട്ടുകയും ഏറ്റവും ന്യായമായ വിലയ്ക്ക് അത് കൊടുക്കാൻ ഞങ്ങൾ കഴിയും. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു വൻകിട ലാഭം എന്നതിനേക്കാൾ ഉപരി അത് മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ്. എന്തായാലും നിലവിൽ അതാണ് പ്രശ്നം. കൂടുതലായി ഉൽപ്പാദനം വന്നു കഴിഞ്ഞാൽ ഉള്ള ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സാധ്യതകൾ കൂടി ഇപ്പോൾ ഒരു അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ അങ്ങനെ പ്രതിസന്ധി എന്ന് പറയുമ്പം തന്നെയാണ് സ്ത്രീ തൊഴിലാളികളെ മുഴുവൻ സമയം കിട്ടുകയും വെള്ളത്തിലിറങ്ങി ജോലി, പിന്നെ കാലാവസ്ഥ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. മഴ, ഞാൻ പറഞ്ഞതുപോലെ ആ പ്രദേശം പെട്ടെന്ന് വെള്ളം കയറുന്നതിന് അത്തരം പ്രശ്നങ്ങളുണ്ടായി. എങ്കിലും ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം അവിടെ ഞങ്ങൾക്ക് അല്പം പ്രതിസന്ധി ഉണ്ടാക്കി. എങ്കിലും സഹോദരിമാർ വീണ്ടും അത് ഇപ്പോൾ ഒന്ന് പുനരുദ്ധീകരിച്ച് നല്ല കാഴ്ചയ്ക്കും അവരുടെ വരുമാനത്തിനും ഉതകുന്ന രീതിയിലേക്ക് വീണ്ടും അത് വന്നിട്ടുണ്ട്. ഇത്തരം ചില എങ്കിലും നമ്മളെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായില്ല. പിന്നെ ദോഷൈക തിരക്കുകൾ എല്ലായിടത്തും ഉണ്ടാവും, ഈ നിരുത്സാഹപ്പെടുത്താനൊക്കെ ഉള്ള ശ്രമങ്ങളുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ ആത്മവിശ്വാസം, ഭരണസമിതിയും ഞാനും ഒക്കെ മനസ്സിൽ ഓർത്ത ആത്മവിശ്വാസം അവർക്ക് ധൈര്യമായി അവർ അതിനെയാണ് മുഖവിലക്കെടുത്തത്. അതുകൊണ്ട് തന്നെ ആ സഹോദരിമാർക്കാണ് മുഴുവൻ മാർക്ക് ഞാൻ കൊടുക്കുന്നത്. ഞങ്ങളൊക്കെ ശരിക്കും സാങ്കേതികമായിട്ട് പുറത്തുനിന്നുള്ള സഹകരണം യാഥാർത്ഥ്യമാക്കുമ്പോൾ ഒരു പ്രായോഗിക പ്രയാസം ഒത്തിരി വരില്ല. വന്നപ്പോൾ തന്നെ ഈ പുഴയൊഴുകും മാണിക്കലിൻ്റെ ഈ ഒരു സാധ്യത മാത്രമല്ല, അതിൻ്റെ ഇതിൽ ഒരുപാട് പിന്നെ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള ഏറ്റവും മാതൃകാപരമായി നടപ്പിലാക്കിയ ആലപ്പുഴ, പിന്നെ ചാവക്കാട്, പെരിന്തൽമണ്ണ ഈ ഭാഗങ്ങളിലേക്ക് അതിൽ എല്ലാ പ്രധാനമായിട്ടും മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് ഈ പ്രധാനമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഞങ്ങൾ യാത്ര പോയി. ആ മാതൃകകളൊക്കെ തന്നെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയ കൂട്ടത്തിൽ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിനുൾപ്പെടെ ധാരാളമായി ഈ താമര പൂ വിതരണം ചെയ്യുന്ന തിരുനാവായ, മലപ്പുറം തിരുനാവായ അറിയാം, വലിയ നമ്മുടെ മാമാങ്കോ ഒക്കെ കണ്ട നിലപാട് തറയൊക്കെ ഉള്ള ആ ഒരു ഫലത്തിൽ നമ്മുടെ ഏക്കർ കണക്കിന് സ്ഥലത്താണ്. അതും ഇതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അത് സ്വാഭാവികമായ ഒരു താമരപ്പാടമാണ്. അത് ശരിക്കും ചെറിയ വള്ളത്തിൽ പോയി താമര പറിക്കുന്ന വലിയ ആഴം കൂടിയ ഒരു സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു സർക്കാർ പദ്ധതിയായി ആദ്യമായിട്ടാണ് ഇത് ആവിഷ്കരിച്ചത്. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ ചില അനുഭവ സമ്പത്തുകൾ തുണയായി. പിന്നെ തീർച്ചയായും നമ്മൾ ഈ രംഗത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടൊക്കെ സംസാരിച്ചു. പിന്നെ ഒരു കൃഷി ഓഫീസർ എന്ന നിലയിൽ എനിക്കറിയാവുന്ന ചില സാങ്കേതിക കാര്യങ്ങൾ കൂടി എല്ലാം കൂടി കൂട്ടിച്ചേർത്താണ് അതിവിടെ യാഥാർത്ഥ്യം. അത് കൃത്യമായ സഹോദരിയിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ ഞങ്ങൾ വിജയിച്ചു. അവരും അത് ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി നടപ്പിലാക്കാനും തയ്യാറായി എന്നുള്ളിടത്താണ്. അതാണ് അതിൽ ശരിക്കും ചില മാതൃകകൾ ഞങ്ങൾ കണ്ടില്ല. നെൽകൃഷി തുടങ്ങണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. പക്ഷെ നെൽകൃഷി ആ നിലയിൽ തുടങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചും കൂടി, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ, അനുബന്ധ സൗകര്യങ്ങൾ കുറച്ചൊക്കെ ഉള്ളതും വലിയ പ്രയാസം, വെള്ളം കയറി നശിക്കാൻ സാധ്യതയില്ലാത്തൊരു മേഖലയിലേക്ക്. കാരണം നമ്മളൊരു വർഷങ്ങളായി ചെയ്യാതിരുന്നൊരു കൃഷി ചെയ്യുമ്പം ഒരുപാട് ഭീമമായ മുതലോടൊക്കെ വരുമ്പം ഈ പുത്തരിയിൽ കല്ലുകടിക്കുക എന്ന് പറയുമ്പോൾ ആദ്യമേ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ തയ്യാറായവരുടെ മനസ്സുകൂടെ മടിച്ചു പോവുകയും നമ്മുടെ പദ്ധതി വിഭാവനം ചെയ്യുന്ന വലിയൊരു ലക്ഷ്യത്തിൽ നിന്ന് പിന്നെ അകന്നു പോകാനൊക്കെ ഒരു കാരണം. അപ്പം വലിയൊരു വിവാദങ്ങൾ ഒരു പക്ഷേ അതിൻ്റെ അനുബന്ധമായി വരാം. നമ്മൾ ചെയ്യുന്ന ഉദ്ദേശം നല്ലതാണെങ്കിലും ഫലത്തിൽ ചെറിയൊരു പങ്കിൽ നമ്മൾ 100 പ്രതീക്ഷിക്കുമ്പോൾ 50 വന്നാലേ നമുക്ക് ആ പദ്ധതിയിലേക്ക് തുടർച്ചയ്ക്ക് ഉള്ള ഒരു ഊർജ്ജം നമുക്ക് ലഭിക്കും. പക്ഷേ ഭാഗ്യവശാൽ ആ തിരഞ്ഞെടുത്ത പ്രദേശത്ത് നിന്ന് ഏതാണ്ട് 5 സീസണായി ചെയ്യുന്ന ആരംഭശൂരത്വത്തിൽ അവസാനിച്ചില്ല. ഇനിയിപ്പോൾ ഈ 14-ാം തീയതി അവിടെ കൊയ്യാണ്. ഈ കോട്ടയത്ത് 4 മണിക്കാറ്റെന്ന് മണർകാട് സ്ഥലം, അതുപോലെ ഒരു തീർത്തും അവഗണിച്ചിട്ടിരുന്ന ഒരു മാലിന്യ കൂമ്പാരമായ സ്ഥലം ഇന്ന് സംസ്ഥാനത്ത് ആകെ ശ്രദ്ധ ആകർഷിക്കുന്ന ജനങ്ങളുടെ വൈകുന്നേരത്തെ ഒരു ഇടവേളകൾ ആരോഗ്യകരമായി വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു മേഖലയായിട്ട് മാറ്റി. അത്തരം ചില വിജയ മാതൃകകൾ നമുക്ക് ആശയങ്ങളായി നമുക്ക് സ്വീകരിക്കാം. അപ്പം ഈ പ്രദേശത്തെയും അത്തരം സാധ്യതകൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്. പെട്ടിയും പറയും പോലെയുള്ള പരമ്പരാഗതമായ ജല ഉയർത്തി കളയുന്ന മാർഗങ്ങളെ വെച്ചുകൊണ്ട് അതിൽ ഈ വെള്ളം എടുത്ത് കളയുന്ന പ്രധാന പർപ്പസിനോടൊപ്പം ജനങ്ങൾക്ക് അതിൻ്റെ ഒരു
ടൂറിസം സാധ്യതകളെയും അവിടെ ചില മറ്റ് റിഫ്രഷ്മെൻറ്റ് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റികളും കൂടെ സ്വീകരിക്കും. ഇതൊരു താമരപ്പാടമായി വികസിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ശുദ്ധമായ വായു ശ്വസിക്കുന്നതിനും കാറ്റ്, അത്തരത്തിൽ ആനന്ദകരമായ ആരോഗ്യകരമായ ഒരു സാമൂഹ്യ കൂട്ടം അവിടെ സൃഷ്ടിക്കുന്നതിനൊക്കെ ഉള്ള ഒരു പരിസരം ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ 5 രൂപയെങ്കിലും കിട്ടുന്നുണ്ട്. അതിൽ കൂടുതലും അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ മാർക്കറ്റിലെ റേറ്റിനനുസരിച്ചുള്ള ഒരു റേറ്റ് അവർക്ക് കിട്ടുന്നത് ഒരിക്കലും ഒരു ബാർഗൈനിങ് പവറായി നിലവിൽ കൊടുത്തിട്ടില്ല. പക്ഷേ കുറച്ചുകൂടി സ്ഥിരമായ ഉൽപ്പാദനത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് അവർ അവിടെ ചിലവാക്കുന്ന ഊർജത്തിനും പ്രവൃത്തിക്കും അനുസരിച്ചുള്ളൊരു റേറ്റ് എന്തായാലും ചില സമയങ്ങളിലൊക്കെ 20 രൂപ വരെയൊക്കെ പോകുന്ന സമയമുണ്ട്. ഈ ഓഫ് സീസണൊക്കെ ഉണ്ടല്ലോ, അതിനനുസരിച്ച് ഒക്കെ ഉള്ളു. എന്തായാലും 5 രൂപ കുറയാതെ അവർക്ക് കിട്ടുന്നു എന്നാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മുതൽ ആഗസ്റ്റ് ഓണം വരെ നമുക്ക് വിളവ് കിട്ടിയിരുന്നു. നന്നായി വിളവ് നമ്മൾ നട്ട് ഏതാണ്ട് 1 മാസം ആയപ്പോൾ തന്നെ ആദ്യ പൂവ് കിട്ടുന്നുള്ളതാണ്. നമ്മളൊരു 5-6 മാസം കഴിഞ്ഞ് പ്രതീക്ഷിക്കും 4-ാം മാസം മുതൽ അവിടെ നിറഞ്ഞ് ആദായം കിട്ടിത്തുടങ്ങി. അപ്പം ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ആ ഒരു സീസൺ കൂടുതലായി പൂ കിട്ടുന്നതായിട്ടാണ് ഇവിടുത്തെ. ചിലപ്പം ഈ കാലാവസ്ഥ ഇതനുസരിച്ച് മറ്റു പലയിടത്തും വ്യത്യാസം ഉണ്ടാക്കി 10 പൂവെങ്കിലും മിനിമം കിട്ടും എന്നാണ് ഞാനായി പറഞ്ഞ ഞങ്ങളുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. 10 പൂവെങ്കിലും മിനിമം ആ ഒരു സെൻറ്റിൽ നമുക്ക് കിട്ടാൻ കഴിയുന്നതാണ്. അപ്പം ഞങ്ങൾ ആ പ്രദേശം കുറച്ചുകൂടി 50 സെൻറ്റ് എന്നുള്ളത് ആ പ്രദേശത്തെ മറ്റു ഭാഗങ്ങളിലേക്കും കൂടെ അത് വ്യാപിപ്പിക്കുന്ന പ്രവർത്തനം നടന്നു വരികയാണ്. കാര്യമായ മുതൽ മുടക്കില്ല എന്നുള്ളതാണ് കാര്യം. നമ്മളിപ്പോൾ കുറച്ച് ശരിക്കും താമര വിത്തിന് വില കുറവാണെങ്കിലും വിത്ത് പെട്ടെന്ന് വർദ്ധിക്കാനൊക്കെ ഉള്ള പൂക്കാനും ഒക്കെ ഉള്ള കാലതാമസം. മാത്രമല്ല അത് കുറച്ച് താമര വിത്ത് മുളയ്ക്കാൻ കുറച്ച് പ്രയാസമാണ്. അതൊന്ന് ഉരച്ച് വൃത്തിയാക്കി അത് ഡോർമൻസി ഉള്ളതാണ്. അപ്പോൾ അതിനൊന്ന് ഉരച്ച് വൃത്തിയാക്കി അതൊരു ചെറിയൊരു സാങ്കേതിക കാര്യം. നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിസ്സാരമാണെങ്കിൽ ഈ തുടക്കത്തിൽ ഞങ്ങൾ അതിലേക്ക് പോകാത്ത കാര്യം ഈ അപരിചിതമായൊരു മേഖലയിലേക്ക് ഈ വനിതകളെ നമ്മൾ ഇത് പഠിപ്പിച്ച് ഉരച്ച് അത് വൃത്തിയാക്കി അത് ഇട്ട് കഴിയുമ്പോൾ ഏതാണ്ട് 1 വർഷം ചിലപ്പോൾ എടുത്തെന്നിരിക്കും. 6 മാസത്തിനപ്പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ഈ താമര വിത്ത് മുളച്ച് പൂവായി വരാൻ. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ 1.5 മാസം ആയപ്പോൾ ആദ്യ പൂ വന്നു എന്നുള്ളതാണ്. 3-ാം മാസം ആയപ്പം അത്യാവശ്യം അവിടെ ഒരു താമര പാടമായി വികസിച്ചു. കാര്യം ഏറ്റവും കുറഞ്ഞത് ഒരു കിഴങ്ങിന് നാടൻ ഇനത്തിന് പോലും 50 രൂപയെങ്കിലും ഉണ്ട്. അതേതാണ്ട് 500 രൂപ വരെ ഒരു താമരക്കിഴങ്ങിന് വിലയുണ്ട്. വില ഈ സഹസ്രദള പത്മം എന്നൊക്കെ പറഞ്ഞത് അല്ലാതെ വിദേശ സ്വദേശ ഒത്തിരി ഒരു 50-ലേറെ വെറൈറ്റികൾ ഇപ്പം തന്നെ നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ആ വിലയുള്ളതിന് ഒരു ഇടത്തരം നാടനും ഇടത്തരവും കലർന്ന കുറച്ച് ഞങ്ങൾ സെലക്ട് ചെയ്താണ് താമരക്കിഴങ്ങ് ആദ്യഘട്ടത്തിൽ കുറച്ച് അകലം കൂട്ടി നട്ട് നമ്മൾ പ്രതീക്ഷിച്ച തലത്തിൽ തന്നെ അത് വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് വികസിപ്പിക്കാനായിട്ട് കാര്യമായി നമുക്ക് ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം കിഴങ്ങുകളെടുത്ത് അങ്ങോട്ട് വികസിപ്പിക്കാൻ കഴിയും. വിത്തല്ല കിഴങ്ങാണ്. തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്വകാര്യ നഴ്സറി ഈ നേരത്തെ ഇത് ചെയ്യുന്നത്. അപ്പം ഞാനിത് അന്വേഷിച്ചപ്പം ഈ പരിസരങ്ങളിലധികം കിട്ടാനില്ല, സർക്കാർ ഫാമുകളൊന്നും ഇതൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവിടെയാണ് കിട്ടാൻ. അപ്പോൾ അത് ഈ പദ്ധതി ഉണ്ടാക്കുമ്പം തന്നെ ഇത് എവിടെ കിട്ടും എന്നുള്ള കാരണം നമുക്ക് പെട്ടെന്ന് നടപ്പിലാക്കണമെന്നുള്ള കാരണം കാലാവസ്ഥയുടെ ബെനിഫിറ്റും കൂടെ എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്വേഷിക്കുമ്പോൾ തിരുവനന്തപുരത്ത് പേരൂർക്കടയ്ക്ക് സമീപം ഒരു നഴ്സറിയിൽ അദ്ദേഹം തൻ്റെ ടെറസിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ടെറസ് മുഴുവൻ ഒരു താമര ഇതായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളി പല പ്ലാസ്റ്റിക് കോൺക്രീറ്റ് കണ്ടെയ്നറുകളിലായിട്ട് ചെയ്യുന്നുണ്ട്. വിവിധ ഇനം വെറൈറ്റിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അത്യാവശ്യം നമുക്കിവിടെ കൊള്ളാവുന്ന എണ്ണത്തിൽ ഒരു മീറ്ററിലെങ്കിലും 1 എന്നുള്ള നിലയ്ക്കുള്ള താമരക്കിഴങ്ങുകൾ കൊണ്ടുവന്നാണ് അത് നട്ടത്. നമ്മൾ നിലവിൽ അത്തരം പ്രോജക്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നൂതന പ്രോജക്റ്റ് എന്ന നിലയിൽ ആണ് അത് അംഗീകരിച്ച് കിട്ടിയത്. പക്ഷെ പിന്നെ തുടർച്ചയായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ അതിനൊരു വിളയായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സബ്സിഡി മാർഗരയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതിനുള്ള ശ്രമങ്ങൾ എല്ലാ പഞ്ചായത്തുകളും ശ്രമിച്ചു കഴിഞ്ഞാൽ ജില്ലാതല കമ്മിറ്റിക്ക് തന്നെ അതൊരു വിളയായി ആ ഒരു റേറ്റ് അപ്രൂവ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനൊക്കെയുള്ള ഒരു സാങ്കേതിക സ്വാതന്ത്ര്യം ഉള്ളതാണ്. അത് ഇപ്പം നമ്മൾ നിലവിൽ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കട്ട് ഫ്ലവർ നിലവിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതിനെ കൂടെ ഒരു കട്ട് ഫ്ലവർ എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു പദ്ധതിയായിട്ട് നമ്മൾ വീണ്ടും തുടർന്ന് വെച്ചിട്ടുണ്ട്. അതിനുള്ള സഹായം കൊടുക്കാൻ നമ്മൾ വീണ്ടും ചെയ്യുന്നവർക്ക്
അത് സഹായിക്കാനുള്ള പദ്ധതി നിലവിൽ ഈ പഞ്ചായത്തിൻ്റെ ഈ പുഴയൊഴുകും മാണിക്കലിൻ്റെ തുടർ പദ്ധതികളായി വന്നിട്ടുണ്ട്. ടൂറിസത്തിലേക്ക് വരാൻ കഴിയും എന്നുള്ള ഒരു ധാരണ അവർക്കും. കാരണം എല്ലാ വർഷവും അവസാനം അവിടെ ആളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ബോർഡ് വയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്നാണ്. കാര്യം എന്ന് പറയുമ്പോൾ കൗതുകത്തിനും ഭംഗിയും ഈ പറഞ്ഞ ഇന്നത്തെ ഫോട്ടോഗ്രാഫി സെൻസേഷൻ കാലത്തിന് അത്തരം സാധ്യതയിലേക്ക് വരുമ്പോൾ വിളയ്ക്കൊരു നഷ്ടം വരുന്ന രീതിയിലേക്ക് വരും. കാരണം എല്ലാവരും നല്ല ഫോട്ടോ എടുക്കണം, അതിലൊരു പൂ പറിക്കണം എന്നുള്ളതിലേക്ക് എല്ലാവരും കൂടി അറിയാം. ഒരു 100-100 പേർ ഒരുമിച്ച് താമരക്കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില അവസാനം അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചു കെട്ടി ആരും തടസ്സപ്പെടുത്തുന്ന റിക്വസ്റ്റ് ഒന്നും അങ്ങനെ എങ്കിൽ പോലും കാര്യമായി ആരും അങ്ങനെ ജനങ്ങൾ സഹകരിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും അവിടെ മുഴുവൻ വന്നു കഴിഞ്ഞാൽ പ്രദേശത്തിൻ്റെ ആ ഒരു സ്വാഭാവിക സൗന്ദര്യത്തിൽ ഭയങ്കര വ്യത്യാസം വരും. അത് വലിയൊരു ടൂറിസം അട്രാക്ഷൻ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല അവിടെ വെള്ളാണിക്കൽ പാറയില്ല എന്നുള്ള ആ ടൂറിസം ഡെസ്റ്റിനേഷൻ പോകുന്നൊരു വഴിയാണ്. പ്രദേശം താമര ഭാഗം എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ പേര് തന്നെ വളരെ അന്വർത്ഥമായൊരു കൃഷിയാണ് അവിടെ വന്നത്. ഞങ്ങളുടെ ഒരു ആശയം ഒരു സൈഡിൽ നിലവിലുള്ള സ്ഥലത്ത് നെൽകൃഷിയും ഈ താമരയോട് ചേർന്ന കുറച്ചുകൂടി വെള്ളം കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധിക്കുന്ന സ്ഥലത്ത് താമര കൃഷിയും ചെയ്യണമെന്നുള്ളതാണ്. അത് മനസ്സിലെ ആശയങ്ങളൊക്കെ പ്രാവർത്തികമായി കഴിഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ മാറ്റം ഭയങ്കര ഒരു മാറ്റമായിരിക്കും. കാര്യമാണത്. ഭയങ്കരമായ സാങ്കേതിക ബോധ്യം വേണ്ട ഒരു കാര്യം എന്നുള്ള ധാരണ ആദ്യമേ തിരുത്തണം. അത് നമ്മുടെ സഹോദരിമാർ തിരുത്തണം. ആർക്കെങ്കിലും അക്കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അവിടെ പോവുക. കണ്ടതിനൊപ്പം യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് ഒന്നും പറയുന്നതല്ല, അതിനപ്പുറത്തേക്ക് കണ്ട് ബോധ്യപ്പെടുക, സഹോദരിമാര് സംസാരിക്കുക. ചെറിയൊരു ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ഒരു അറിവ് വേണമെന്നുള്ള പ്രാഥമികമായ ഒരു അറിവിനപ്പുറത്തേക്കൊന്നും അത്ര വലിയ പ്രതിസന്ധിയാണ്. ഈ കൃഷി എന്തോ ഹെർക്കൂലിയൻ ടാസ്ക് ആണെന്നൊരു ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യും. പിന്നെ അതിന് ആകെപ്പാടെ ഒരു പ്രയാസം എന്ന് പറയാവുന്ന ഒരു മാർക്കറ്റിംഗ് സൈഡാണ്. ഒരു പക്ഷേ ഒരു ഹ്യൂജ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും വൻകിട നിലയിലേക്ക് ഒരു ഉത്പാദനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ അറിയാം, ഇന്നത്തെ കാലത്ത് ട്രാൻസ്പോർട്ടേഷൻ വലിയൊരു ഘടകമാണ്. അപ്പം ഈ തവാള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്നതിനേക്കാളും വളരെ അനായാസമായി ഇവിടെ ലഭ്യമാവുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 10,000 നെല്ലുണ്ടെങ്കിൽ എലി ചെങ്ങന്നൂരും വരും എന്നൊക്കെയുള്ള ചൊല്ല് പോലെ അത് സ്വാഭാവികമായിട്ട് വരും. അതിന് വേണ്ട ചാനലിംഗ് ഒക്കെ നടത്താൻ കൃഷി വകുപ്പിനും സഹായിക്കാൻ കഴിയും. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ മറ്റു പ്രദേശങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പം വലിയൊരു പ്രതിസന്ധിയിലേക്ക് വരില്ല എന്നുള്ളത് എന്തായാലും തുടക്കത്തിലൊക്കെ ചിലപ്പോൾ വന്നേക്കാം. ഈ നിലവിൽ നമുക്ക് അത്തരം വലിയൊരു പ്രതിസന്ധി ഇല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണെന്നുള്ളതാണ്. നമുക്കൊരു ചെറിയ പ്രദേശത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഘട്ടഘട്ടമായി വികസിപ്പിക്കുമ്പം കൂടുതൽ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാതെ തന്നെ ഇതിൽ നിന്ന് കുറേശ്ശെ നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ടായി വരുന്ന കിഴങ്ങുകളെ എടുത്ത് നമുക്ക് വർധനവ് നടത്താവുന്നതേ ഉള്ളൂ. പിന്നെ കാര്യമായ കീടം വളം അതൊന്നും ആവശ്യമില്ല. നമുക്ക് കൂടുതൽ പുളിരസവും ഓരോ ഒക്കെ ഉള്ള മണ്ണാണെങ്കിൽ അതിൻ്റെ ഒന്ന് പുളിരസത്തെ ക്രമപ്പെടുത്താനും കുറച്ചും കൂടി വെള്ളം ഹാർഡ് വാട്ടർ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ക്രമപ്പെടുത്തുന്ന ചെറിയ കുമ്മായം പോലെയുള്ള ചില മെറ്റീരിയൽസ് വേണ്ടി വരും. കുറച്ച് ചാണകവും ചെളിയും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് അത്രയൊക്കെ തന്നെ കാര്യമായി വരുള്ളൂ. പിന്നെ വരുന്ന മുറയ്ക്ക് ഉണ്ടാകാവുന്ന ചില രോഗങ്ങളോ കീടങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, കാരണം വെള്ളത്തിലേക്ക് നമുക്ക് ഈ രാസ പ്രയോഗങ്ങൾ നടത്തുന്നതിൽ പരിമിതിയുണ്ട്. അത് നിയന്ത്രിതമായ മറ്റ് ജൈവ പ്രതിരോധ മാർഗങ്ങളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. അതൊന്നും അത്ര ചിലവേറിയതായിട്ട് നിലവിൽ ഞങ്ങൾക്ക് അത്തരം വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ചില കൃഷികൾക്കുണ്ടാകുന്ന ചില സമയാസമയങ്ങളിൽ നമുക്ക് കണ്ട് പരിഹരിച്ചു പോകാൻ കഴിഞ്ഞു.